പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് SSC CGL ടയർ 1 വരുന്ന റീസണിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് മുതലാണ് CGLൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് റീസണിങ്. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടമാവുന്നത് റീസണിങ് ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഈസിയായി മാറും. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് സിലബസിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കാം. സിലബസ് ഇങ്ങനെയാണ്. മൊത്തം 200 മാർക്കാണ് വരൽ. മാർക്ക് 200 മാർക്കാണെങ്കിലും 100 ക്വസ്റ്റ്യന് 200 മാർക്ക് 60 മിനിറ്റ്. അതിൽ റീസണിങ്ങിൽ 25 ക്വസ്റ്റ്യന് 50 മാർക്കിന്. അതുപോലെ ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അത് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് 50 മാർക്കാണ്. അതുപോലെ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഓരോ മൈനസ് മാർക്കിനും 0.5 വെച്ച് കട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, സ്കോർ ചെയ്യാൻ കഴിയുന്ന ഭാഗം റീസണിങ് ആണ്. അതുപോലെ ആപ്റ്റിറ്റ്യൂഡും. അപ്പോൾ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് നോക്കാം, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നമുക്ക് മാത്സിലെ ആപ്റ്റിറ്റ്യൂഡിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എല്ലാ എക്സാമിലും SSCയിലെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റീസണിങ് ഭാഗത്തു നിന്ന് മാട്രിക്സിൻ്റെ. ഇങ്ങനെ ഫസ്റ്റ് എഴുതുന്നവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പാരഗ്രാഫൊക്കെ വായിച്ച് നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നിട്ടുള്ള ഉദാഹരണം മാത്രം നോട്ട് ചെയ്യാം. ഇവിടെ ഉദാഹരണം തന്നിട്ടുള്ളത് 9 വരെ തന്നിട്ടുള്ള 2 കോളങ്ങളും റോയും അതുപോലെ കോളവും ഉൾപ്പെട്ട 2 ബോക്സുകളും ഉണ്ട്. അതിൽ കുറച്ച് വേർഡുകളും കുറച്ച് അക്ഷരങ്ങൾ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ ലെറ്റേഴ്സ് ബന്ധപ്പെട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിൽ ഇവിടെ ഉദാഹരണം ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് A എന്ന്, ഇവിടെ A എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് 00, അതുപോലെ 23. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. A എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആ A എന്ന് പറയുന്നത് ഇവിടെ 00, ഓക്കെ, അത് ശരി. അതുപോലെ 23, അപ്പോൾ 2, അതുപോലെ 3, അപ്പോൾ 2ൻ്റെ നേരെ നോക്കുക 3, അപ്പോൾ A തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നിന്നുള്ളത് P എന്ന് തന്നിട്ടുണ്ട്. P എന്ന ഭാഗം തന്നിട്ടുണ്ട് 55, 69, 5, 5, 6, 9, അതും ശരി. 5, 5 കിട്ടി. ഇനി 6, 9, 6 താഴെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ, പിന്നെ 9 ഇവിടെ, അപ്പോൾ അതും ശരി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് നോക്കുക, BEAST എന്ന് പറയുന്ന ഈ ഒരു കോഡ് നമുക്ക് ഈ മാട്രിക്സിൻ്റെ കോളംസ് ഉപയോഗിച്ച് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് ശരിയായതെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. B എന്ന് നോക്കുക, B എവിടെ നോക്കുക, അത് 3 നോക്കുക, 3. അപ്പോൾ B ഇവിടെ കറക്റ്റാണ്, ഇത് ശരിയാണ്. 3 ഇത് കറക്റ്റാണ്. അതുപോലെ 4, 2 നോക്കുക, 4 എടുക്കുക, അതുപോലെ 2 എടുക്കുക, അപ്പോൾ ഇവിടെ B 4, 2. അപ്പോൾ 2ൽ വരുന്നത്, 4, 2ൽ വരുന്നത് B ആണ്. നമുക്ക് E വേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത് നോക്കുക, B ഓപ്ഷൻ നോക്കുക, 31, 3 നോക്കുക, അതുപോലെ 1 നോക്കുക, E, അതും തെറ്റാണ്. അടുത്ത് 2, 4 നോക്കുക, 2 നോക്കുക, 4 നോക്കുക, അത് B ഓക്കെയാണ്. ഇനി 22 നോക്കുക, 2, 2 നോക്കുക, 2, 2, അതും ശരിയാണ്. അത് 2, 3 നോക്കുക, 2, 3, അത് ശരിയാണ്. അതുപോലെ 5, 8 നോക്കുക, 5 ഇപ്പുറത്തെ കോളത്തിൽ 5, 8, യെസ്, അതും ശരിയാണ്. അത് 5, 9 നോക്കുക, 5, 9 കിട്ടി. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്നും മൂന്നാമത്തെ ഈ ഓപ്ഷനാണ് ശരി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. എന്നാലേ നമുക്ക് ആൻസർ, ആകെ 60 മിനിറ്റുള്ളൂ. 100 ക്വസ്റ്റ്യനിൽ 60 മിനിറ്റ്. അതിൽ മാക്സിമം സമയം പോകുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്, റീസണിങ് ഭാഗത്തു നിന്നാണ്.
അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, അതാണ് ഏറ്റവും നമുക്ക് ഈസി ആകാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടത് ചെയ്യുക എന്നാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം, ഇത് ബന്ധപ്പെട്ട് തന്നെ. ഇതിൽ ഉദാഹരണം നോക്കുക, മറ്റ് പാരഗ്രാഫ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, അത് ഇതിന് കുറച്ച് വിശദീകരണമാണ് എന്താണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണം നോക്കുക. ഉദാഹരണം ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് 0 0 1 2 3 1. അത് എവിടെ നോക്കുക, 0 0 ഓക്കെ. അതുപോലെ 1 2 1 2 ഇവിടെ, അപ്പോൾ ഇ. അതുപോലെ 3 1 3 ഇവിടെ, 1 ഇവിടെ ഇ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർക്ക്. 25 ക്വസ്റ്റ്യൻ ആകെ ഉണ്ടാവും അതിൽ. ഇത് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് 1 2 ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നമുക്ക് മൊത്തം 4 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള കിങ് എന്ന ഈ ഒരു വേർഡ് എങ്ങനെ നമുക്ക് ഇതിൽ എഴുതാം, ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി. ഇവിടെ തന്നിട്ടുള്ളത് 40 നോക്കുക, 4 0 നോക്കുക, 4 നോക്കുക, 0 നോക്കുക. ഇവിടെ ഐ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തന്നെ തെറ്റാണ്. നമുക്ക് ഒരു ഫസ്റ്റ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ലെറ്റർ തന്നെ നമുക്ക് തെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സമയം ലാഭിക്കാം. അതുപോലെ അടുത്ത് നോക്കാം, 5 5 4 0 9 5 10. അപ്പോൾ 5 5 നോക്കുക, 5 നോക്കുക, 5 5 ഇവിടെ കെ ഓക്കെയാണ്. അതുപോലെ 4 0 4 0 ഐ, അത് ഓക്കെയാണ്. അതുപോലെ 9 5 9 ഇവിടെ, 5 എൻ, അതും ശരിയാണ്. അതുപോലെ 1 0 1 0 കിങ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷനായ 55 40 9 5 10 എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് ശരി. നിങ്ങൾ ഇത് 3 ചെയ്ത് നോക്കുക, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ തെറ്റായിക്കോട്ടെ, പക്ഷേ ചെയ്ത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ചില സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൽ ഒരു സംഖ്യ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പാറ്റേണിൽ മാത്രമേ ചില ക്വസ്റ്റ്യങ്ങൾ വരാറുള്ളൂ. അപ്പോൾ ആ പാറ്റേൺ മൊത്തം നമുക്ക് പഠിച്ചു വെക്കണം. അത് ഏതെല്ലാം രീതിയിൽ നമ്മൾ കണ്ടാൽ, എന്നാൽ നമുക്ക് പെട്ടെന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ വന്നിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, എന്തെങ്കിലും നമുക്കൊരു ക്ലൂ ഉണ്ടോ നോക്കുക. ഇവിടെ നോക്കുക, 11 12 13 14 15 16, അതുപോലെ 2 3 4 39 57. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 11 + 1 12, 12 + 1 13, അങ്ങനെ 14 + 1 15, 15 + 1 16. പിന്നെ വീണ്ടും ഒരു റോ ആണ് 2 + 1 3, 3 + 1 4. ഇനി ഇവിടെ നോക്കുക, ഇവിടെ വ്യത്യാസം നോക്കുക. ഇവിടെ വ്യത്യാസം 39 മൈനസ് എത്രയാണ് 57, അത് 18 ആണ്. 39 + 18 57. അപ്പോൾ 57 + 18 എടുക്കുക. ഇതിൽ നിന്നും എന്ത് വ്യത്യാസമാണോ അത് തന്നെയാണ് അടുത്ത സംഖ്യ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് 57 + 18 എന്ന് പറയുമ്പോൾ 75. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 75 ആണ്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലൂ കിട്ടും, അതിനനുസരിച്ച് ചെയ്യാം. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യന് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റൗണ്ടാണ്. അതിൽ 55 കുറേ പാർട്ടുകൾ തന്നിട്ടുണ്ട്. 5 8 13 22 39. ഇതിൽ ഇവിടെ ഒരു സംഖ്യ മിസ്സിംഗ് ആണ്. ആ സംഖ്യയാണ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് എന്ത് നോക്കാം, 5 + 3 കൂടെ ചെയ്ത് നോക്കാം. 5 + 3 8 വരുന്നത്. ഇനി 8 എത്രയാണ്, 8 + എത്രയാണ് വരുന്നത് 13 എന്ന് പറയുമ്പോൾ 8 + 5 അത് നോക്കുക. 8 + 5 13. ഇനി 13 + എത്ര വരുന്നത്, 13 + 9 22 വരുന്നത്. ഇനി നമുക്ക് 22 +
17, 39. ഇനി നമുക്കിതിൻ്റെ വ്യത്യാസം നോക്കാം. ഇവിടെ 3 പ്ലസ് 2 5, 5 പ്ലസ് 4 9, 9 പ്ലസ് 8 17. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം 2, 4, 8 എല്ലാത്തിനും ഇരട്ടിയാണ്. 2ൻ്റെ 4 പിന്നെ 4ൻ്റെ 8, അപ്പോൾ 8ൻ്റെ 16. അപ്പോൾ ഇവിടെ വരുന്നത് 39 പ്ലസ് ഇവിടെ 16 പ്ലസ് 17 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 33. അപ്പോൾ 39 പ്ലസ് 33 എന്ന് പറയുമ്പോൾ 72. ഇവിടെ മിസ്സായ സംഖ്യ എന്ന് പറയുന്നത് 72. ഇവിടെ ഓപ്ഷൻ 72. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അത് കണ്ടെടുക്കുക. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യന് മിസ്സിംഗ് ലെറ്റർ തന്നെയാണ്. 1, 3, 4, 5, 2, 8, 26, 13 ഇവിടെ മിസ്സിംഗ്. ഇപ്പോൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒരു എന്തോ ഒരു ബന്ധം ഇതിന് തമ്മിലുണ്ട്. അപ്പോൾ ആ ബന്ധം കണ്ടുപിടിക്കുക. ആ ബന്ധം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ക്ലൂ ഉണ്ട്. ഇവിടെ 1 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1, 5ൻ്റെ സ്ക്വയർ 25, 26, 26 കിട്ടി. അതുപോലെ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4, 13. നിങ്ങൾ ഒരു 25 വരെയുള്ള സ്ക്വയറും അതുപോലെ ക്യൂബും നിങ്ങൾ തീർച്ചയായും പഠിച്ചു വെക്കണം, വളരെ അത്യാവശ്യമാണ്. അതുപോലെ 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ നമുക്ക് വരുന്നത് 64ഉം 16ഉം 10ഉം 80. അപ്പോൾ അതിൻ്റെ ആൻസർ 80. അടുത്തൊരു ക്വസ്റ്റ്യൻ 16, 25, 9, 36, 64, 81, 10, 13. ഇപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ള ആ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 16ൻ്റെ റൂട്ട് 4, 36ൻ്റെ റൂട്ട് 6. അപ്പോൾ 6 പ്ലസ് 4 10. അതാണ് ഇവിടെ 10 വന്നിട്ടുള്ളത്. ഇനി 25, റൂട്ട് 25 എന്ന് പറയുമ്പോൾ 5, 64 എന്ന് പറയുമ്പോൾ 8, അതാണ് 13. അപ്പോൾ ഇപ്പോൾ ഈ 13 കിട്ടി. ഇനി നമ്മൾ 9ൻ്റെ റൂട്ട് നോക്കുക. 9ൻ്റെ റൂട്ട് 3 പ്ലസ് 81ൻ്റെ 9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ 12. അപ്പോൾ ആ ഒരു ബന്ധമാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. വേറെ ക്വസ്റ്റ്യൻ 15, 36, 28, 10, 20, 24, 7, 9, 11, 12, 25. അപ്പോൾ ഇതിൽ നിന്നൊരു ലെറ്റർ മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഞാൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പോസ് അടിച്ച് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് സമയം പിടിക്കും. പക്ഷെ സമയം പിടിച്ചാലും നിങ്ങളത് ഒറ്റയ്ക്ക് കണ്ടെത്താൻ ശ്രമിക്കുക. 15, 36, 28, 10, 20, 24, 7, 9, 11, 12, 25. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യനും വ്യത്യസ്തമായ രീതിയിലാണ് അത് ശ്രദ്ധിച്ച് നോക്കുക. 15 മൈനസ് 10 5. 5 പ്ലസ് 7 12. അങ്ങനെയാണ് ഇവിടെ 12 കിട്ടിയിട്ടുള്ളത്. അടുത്തത് 36 മൈനസ് 20 16. 16 പ്ലസ് 9 25. ആ രീതിയിൽ ചെയ്യുമ്പോൾ 28 മൈനസ് 24 4. 4 പ്ലസ് 11 15. ഇപ്പം ആൻസർ 15. ഇവിടെ 15 വരേണ്ടത്. അടുത്തത് ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിൽ. അത് തന്നിട്ടുള്ള ഇവിടെ XWV UTS ആയാൽ LKG J എത്രയാണ്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലെറ്റേഴ്സ് 1 മുതൽ 26 ലെറ്റേഴ്സും 13 വരെ എഴുതിയിട്ട് പിന്നെ മേലോട്ട് അങ്ങോട്ട് എഴുതിയിട്ട് നമ്മൾ തന്നിട്ടുള്ള ആ വർക്ക് ഒരു പേപ്പർ ഇട്ടും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൽ നമ്മൾ എഴുതി വെക്കുക. അത് എക്സാം സ്റ്റാർട്ട് ചെയ്ത ശേഷം അവർ എഴുതാൻ സമ്മതിക്കും. എന്നാലും അതിൽ എഴുതി വെക്കുക.
അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ഡബ്ല്യു വി എന്നുള്ളത് യു ടി എസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് യു കഴിഞ്ഞിട്ടുള്ള 3 ലെറ്റർ കഴിഞ്ഞാൽ എക്സ് വരുന്നത്. അപ്പോൾ അതുപോലെ എക്സ് -3 അതുപോലെ ഡബ്ല്യു -3 വി -3. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് ചെയ്യാം എൽ കെ ജി ജെ. അത് ചെയ്യുമ്പോൾ ഐ എച്ച് ജി എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ IHG ആണ്. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ BEJM NQRU ആയാൽ DGLO എന്നുള്ളത് എന്താണ്? വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യനാണ്. BEJM എന്നുള്ളത് NQRU ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ബി കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ് N നോക്കുക. അപ്പോൾ ബി കഴിഞ്ഞിട്ട് 12ാമത്തെ ലെറ്ററാണ്. അതുപോലെ ഇ കഴിഞ്ഞിട്ട് 12ാമത്തെ ലെറ്ററാണ്. പിന്നെ മാറിയിട്ടുണ്ട് ജെ കഴിഞ്ഞിട്ട് പിന്നെ 8ാമത്തെ ലെറ്ററാണ് 6. ജെ 8 + 8 അതുപോലെ എം കഴിഞ്ഞ് 8ാമത്തെയാണ് യു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇനി വരുന്ന ആൻസറും ഇതേ രീതിയിൽ കൊടുക്കുക. DGLO ഡി കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ് ഇത് വരുന്ന 12ാമത്തെ ലെറ്റർ എത്ര ഏതാണെന്ന് നോക്കുക. അത് പി ആണ്. അതുപോലെ 12 കഴിഞ്ഞ് എസ്, ജി കഴിഞ്ഞ് എസ്, എൽ കഴിഞ്ഞ് ടി വരുന്ന 8ാമത്തെ, അതുപോലെ ഒ കഴിഞ്ഞ് ഡബ്ല്യു. അപ്പോൾ ഓരോന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കുക പെട്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 20:11 ആയാൽ 102 എത്ര? ഇതിനും ചെറിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഇതാണ്: 20 ഹരിക്കണം 2 10 +1 11. അങ്ങനെ ഇവിടെ 11 കിട്ടി. അതുപോലെ തന്നെ 102 ഹരിക്കണം 2 51 +1 അത് 52. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് 52. വേറെ ക്വസ്റ്റ്യൻ ഇവിടെ in each of the following questions from the given alternative select the word which cannot be formed using the letter given word. താഴെ ഒരു വേർഡ് തന്നിട്ടുണ്ട്. ആ വേർഡ് ഉപയോഗിച്ച് 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? ഒരു ലെറ്ററും ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിക്കാതെ നമുക്ക് ഏതെല്ലാം വാക്കുകൾ ആ ഒരു വേർഡിൽ നിന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ളത് എക്കോ ഫ്രണ്ട്ലി എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഓരോന്ന് നോക്കുക. ലെൻഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ എൽ ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഫ്രണ്ട്ലി എന്നുള്ള ഫ്രണ്ട് ഓക്കെ നമുക്ക് ചെയ്യാം. ലൈഫ് എന്ന് ചെയ്യാൻ കഴിയുമോ നോക്കുക. എൽ ഉണ്ട്, ഐ ഉണ്ട്, എഫ് ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ അതും ചെയ്യാം. അടുത്ത കോഫിയാണ്. കോഫി നമ്മൾ ശ്രദ്ധിച്ചറിയാം. സി ഉണ്ട്, ഒ ഉണ്ട്, എഫ് ഉണ്ട്, ഒരു എഫ് ഉള്ളൂ, 2 എഫ് ഇല്ല. അതുപോലെ 2 ഇ ഉണ്ട്, 2 എഫ് ഇല്ല. അപ്പോൾ ഇവിടെ 2 എഫ് വേണം. അപ്പോൾ ഈ ഒരു ഉത്തരമാണ് ശരി. കോഫി എന്ന വാക്കാണ് ഈ ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന ഈ ഒരു വേർഡിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയാത്ത വാക്ക്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ സെയിം മെത്തേഡ് തന്നെ ചെയ്യേണ്ടത്. ലിബറലൈസേഷൻ. അതിൽ ഉണ്ടാക്കാൻ പറ്റാത്തത് ഏതെല്ലാം? റേഷൻ ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്, റിലേഷൻ ഉണ്ട്, റിലേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക. റേഷണൽ RATIONAL. അപ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്ഷൻ വെട്ടിക്കളയാം. അടുത്തത് ബെസ്റ്റാണ്. BEST അതും ചെയ്യാം. അടുത്തത് റിലേഷൻ RELATION അതും ചെയ്യാം. അടുത്തത് റിലേറ്റ് RELATE
2 E ഇതിലില്ല. അപ്പോൾ ഇവിടെ 2 E എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരി. 3 ഓപ്ഷൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ശരി. അതോ അതല്ലെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോക്കുക ആവർത്തിച്ച് വരുന്നുണ്ടോ, ഏതെങ്കിലും ഓപ്ഷനിൽ ആവർത്തിച്ച് വരുന്ന ലെറ്റേഴ്സ് ഉണ്ടോ നോക്കുക. ഇവിടെ നമ്മൾ ആദ്യം അത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 E ഉണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ 2 E ഇല്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ ചെയ്യാം. അടുത്തത് ഈ DEN ഈസ് റിട്ടൺ ആസ് NOKX. ഹൗ നീഡ് ബി റിട്ടൺ ഈസ് ദാറ്റ് കോഡ്. ഡീൻ എന്നുള്ളത് DEAN എന്നുള്ളത് നമ്മൾ NOKX എന്ന് എഴുതി. അതുപോലെ NEED എന്ന് എന്തെഴുതും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിട്ടുള്ള ലെറ്റേഴ്സ് തന്നെ ഇവിടെ തന്നിട്ടുള്ള ഡീൻ NOKX എന്നുള്ള സെയിം ഡീൻ ഉപയോഗിച്ച് തന്നെയാണ് നീഡ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വേറെ ലെറ്റേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് എടുത്തില്ല എന്നിന് പകരമായിട്ട് എന്താണ് തന്നിട്ടുള്ളത്? X ആണ്. അതുപോലെ ഇക്ക് പകരം O ആണ്, 2 O തന്നിട്ടുണ്ട്. അതുപോലെ ഡിക്ക് പകരം N. അപ്പോൾ XOON ആണ് ഇവിടെ തന്നിട്ടുള്ള ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, കുറച്ച് കോളംസ് തന്നിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട ഒരു ലെറ്റർ മിസ്സായിട്ടുണ്ട്. ആ ലെറ്റർ മിസ്സായ എത്ര സംഖ്യ അത് നോക്കാം, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 5, 4, 20, 9, അതുപോലെ 3, 8, 24, 11, 9, 4, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 13. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ള സംഭവമാണ് എന്നുള്ളത്. അത് ഇതിനോട് ഈ മറ്റുള്ള സംഖ്യകളോട് ബന്ധപ്പെട്ട ഒരു സംഖ്യയാണ് ഇത്. ഈ ടേബിളിൽ തന്നിട്ടുള്ള ഈ കോളംസ് തന്നിട്ടുള്ള അതേ രീതിയിലാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 2 കോളംസ് എങ്ങനെയാണ് ഈ ഒരു തുക എങ്ങനെ കിട്ടിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 5 + 4 അത് 9 ആണ്. അതുപോലെ 5 × 4 20 അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 3 + 8 11, 3 × 8 24. അപ്പോൾ ഇത് നമുക്ക് ഫില്ലായി. ഇനി അടുത്തത് 9 + 4 അത് നമുക്ക് തന്നിട്ടുണ്ട്, 13 തന്നിട്ടുണ്ട്. ഇനി 9 × 4 കണ്ടാൽ മതി. 9 × 4 9 × 18 × 2 36. ഇപ്പോൾ ആൻസർ 36 ആണ്. ഇതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക, പെട്ടെന്ന് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ, 28, 4, 7, 11, 25, 5, 5, 10 ക്വസ്റ്റ്യൻ മാർക്ക് 3, 8, 11. ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതിലും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യനാണ്. 7 + 4 11 ഇങ്ങനെയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ആയിപ്പോയി. 7 + 4 11, 7 × 4 28. അതുപോലെ തന്നെ 5 + 5 10, 5 × 5 25 അതാണ് ഇവിടെ കിട്ടിയത്. ഇനി 8 + 3 അത് 11 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 8 × 3 തരേണ്ടത്. അത് 8 × 3 എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ 24 ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇതുപോലത്തുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റീസണിങ് ഭാഗം ക്ലിയർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും പുതിയ ക്ലാസ്സുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.